ആലപ്പുഴയിൽ ഇന്നിപ്പോൾ 1 കിലോ സവാളയ്ക്ക് 80 രൂപയാണ് വില. ഇത് സാധാരണക്കാരെ മാത്രമല്ല, അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകളെ മാത്രമല്ല ബാധിച്ചത് എന്നുള്ളതാണ്. ടൂറിസം മേഖലയും ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഹൗസ് ബോട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ആ മേഖലയെ പോലും ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് ഹൗസ് ബോട്ട് ഉടമകൾ ഉൾപ്പെടെ പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ മെനുവിൽ ഉൾപ്പെടെ ഭക്ഷണ സാധനങ്ങൾ നൽകാറുണ്ട്. ആ ഭക്ഷണ സാധനങ്ങൾക്കുള്ള അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കുന്നതോടുകൂടി തന്നെ ഇവർ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ബോട്ട് ഉടമകൾ പറയുന്നത്. നിലവിൽ ഈ അവശ്യ വസ്തുക്കളുടെ വില വർധന നിങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ സാധാരണ പച്ചക്കറി പലചരക്ക് പച്ചക്കറി, മീന്, ഗ്യാസ്, ഡീസല് ഇതിനെല്ലാം വില വർധന വരുമ്പോഴത്തേക്ക് ആനുപാതികമായിട്ട് നമുക്ക് ഹൗസ് ബോട്ടുകൾക്ക് ചാർജ് കൂട്ടാനായിട്ട് പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അത്യാവശ്യ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് നമുക്കിത് ഒരു ടൂർ പാക്കേജ് വരുമ്പോൾ അല്ലെങ്കിൽ ടൂർ പോകുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യം അല്ലാത്ത കൊണ്ട് നമുക്ക് അമിതമായ ചാർജ് മുടക്കി ആരും ഈ മേഖലയിലേക്ക് ഹൗസ് ബോട്ട് മേഖലയിലേക്ക് വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. തന്നെയല്ല, ഓട്ടം ട്രിപ്പ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഘട്ടം ഘട്ടമായിട്ട് സാധനങ്ങളുടെ വില കൂടുകയും പലർക്കും പച്ചക്കറിയുടെയൊക്കെ വില വർധന വരുമ്പോഴത്തേക്ക് ഇത് മാത്രമല്ല ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിന്റെ മെയിൻ്റനൻസിനുള്ള മെറ്റീരിയൽസിന് കൂടി നമുക്ക് വില വർധന കൂടി വരുവാണ്. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടൂറിസം മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം ഇനി അങ്ങോട്ട് വരുന്നത് നമുക്ക് ക്രിസ്മസ്, അത് ഡിസംബർ മാസം ആണ് വരുന്നത്. കാര്യം പച്ചക്കറിക്കും പലചരക്കിനൊക്കെ അമിതമായിട്ട് കുതിച്ചു ഉയരുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം. അപ്പം അത്തരം ഒരു സമയം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിൽ വരുന്നവർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കണം, ക്രൂയിസ് കൊടുക്കണം. ഇതെല്ലാം കൂടെ വരുന്ന ഒരു പാക്കേജാണ് ടൂറിസം മേഖല, ഈ ഹൗസ് ബോട്ട് മേഖലയിലുള്ളത്. ഇതിന് എല്ലാം ഒരു 10,000 പേരോളം തൊഴിലാളികളും ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ശമ്പള വർധനവ് വന്നപ്പോഴത്തേക്ക് ശമ്പളം കൊടുത്ത് തന്നെ ഇവരെ നിലനിർത്താനായിട്ട് പറ്റുന്നില്ല. ബോട്ട് തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മെറ്റീരിയൽ ഭയങ്കരമായ കുതിച്ചുചാട്ടമാണ്. മെറ്റീരിയലിന്റെ ഓരോ ബോട്ടുകളുടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ വില വർധനവും ഭയങ്കരമായ കുതിച്ചുചാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഹൗസ് ബോട്ട് മേഖലയിൽ സാരമായിട്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ തന്നെ നമുക്ക് ദോഷമായിട്ട് തന്നെയാണ് മുന്നോട്ടുള്ള ആ ഒരു ഇതിൽ നമുക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധിയെ മറികടക്കാൻ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ചാർജ് വർദ്ധിപ്പിക്കുന്നൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് നമ്മൾ ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു 1,000-1,500 ബോട്ടുകളുണ്ട്. ആ 1,500 ബോട്ടുകൾക്ക് നമുക്ക് കൂടി വന്നു ചിലപ്പോൾ 100 ബോട്ടിന് അല്ലെങ്കിൽ 150-200 ബോട്ടിനായിരിക്കും ഓട്ടം ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം ബാക്കിയുള്ള ബോട്ടുകൾ 1,300 അല്ല 1,200 ബോട്ടുകൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത്തരം ബോട്ടുകൾ വരുമ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. ആ കോമ്പറ്റീഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനകത്ത് റേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ കുറഞ്ഞ റേറ്റിൽ മറ്റു ബോട്ടുകൾ പോകാനുണ്ട്. അപ്പോൾ ഇത് നഷ്ടത്തിലേക്കായിരിക്കും ഇനിയുള്ള മുൻപോട്ടുള്ള ഹൗസ് ബോട്ട് മേഖല നഷ്ടങ്ങളിലെ കാലഘട്ടത്തിലേക്കായിരിക്കും ഇനി പോകാനുള്ള സാധ്യത മുന്നോട്ട് നമുക്ക് കാണുന്നത്. ഈ പ്രതിസന്ധിക്ക് പുറമെ ഈ GST വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെ ഇവരെ നേരത്തെ തന്നെ ബുദ്ധിമുട്ടിലാക്കി. അതായത് നേരത്തെ GST 5% ഒറ്റയടിക്ക് 13% വർദ്ധിപ്പിച്ചിരുന്നു. അത് ആ ഒരു പ്രതിസന്ധിക്ക് പുറമെയാണ് ഇപ്പോൾ അവശ്യ വസ്തുക്കൾ കൂടി വില വർദ്ധിക്കുന്നത്. ആ രീതിയിൽ ഒരു ഇരുട്ടടിയാണ് എന്നോണമാണ് ഈ ഒരു പ്രതിസന്ധിയെ അവർ കാണുന്നത്. നേരത്തെ 18% ഉയർത്തിയിരുന്നു. മുൻപ് അവശ്യ സാധനങ്ങളുടെ GST 5% നിന്നും ഇപ്പോൾ 18. ഹൗസ് ബോട്ടിന്റെ GST അല്ലേ? അല്ല, ഹൗസ് ബോട്ടിന്റെ ഉണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യ സാധനങ്ങളുടെ വിലയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വളരെ താങ്ങാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇന്ന് ഈ മേഖല കടന്നു പോകുന്നത്. കാരണം ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ നിരന്ന് കിടക്കുന്ന ഹൗസ് ബോട്ടുകളുടെ ഈ ഒരു ശോചനീയാവസ്ഥ, ഇതിനെല്ലാം പ്രതിസന്ധിയാണ്. കാരണം GSTയും അതേപോലെ തന്നെ സാധനങ്ങളുടെ വില കൂട്ടങ്ങൾ. കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബോട്ട് ഇവിടുന്ന് ഈ യാത്രക്കാരുമായിട്ട് പോകാൻ പറ്റുള്ളൂ. അത് ചിക്കൻ തൊട്ട് ഫിഷ് എല്ലാ ഐറ്റംസും ഇന്ന് അധികരിച്ച വിലകളിലേക്കാണ് കടന്നു പോകുന്നത്. കാരണം യാത്രക്കാരിൽ നിന്ന് നമുക്ക് അമിതമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയല്ല, ഇതിനേക്കാളും പ്രതിസന്ധിയായിട്ട് ഈ മേഖല തച്ചുടർന്ന നിലയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന കസ്റ്റമറെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ GST ഒക്കെ ന്യായമായ രീതിയിലേക്ക് സർക്കാരിന്റെ ഇടപെടലുണ്ടായി വളരെ ന്യായമായ രീതിയിലേക്ക് GST കുറച്ചുകൊണ്ട് തന്നെ ഈ വ്യവസായത്തെ ഇന്ന് ആലപ്പുഴയുടെ ഒരു പച്ചപ്പ് എന്ന് പറയുന്നത് മാത്രം ഈ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഹൗസ് ബോട്ടുകൾ, ശിക്കാരവള്ളങ്ങളാണ്. ആ ഒരു മേഖലയെ കൂടെ തകർക്കാത്ത രീതിയിലേക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ നടപടിയും ഈ വ്യവസായത്തിന് കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ പറയാനുള്ളത്. ഇവർ പറയുന്നത് പോലെ തന്നെ ഹൗസ് ബോട്ട് മേഖലയും വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ആശങ്കയിലാണ്. ഇത്തരത്തിലുള്ള വില വർധനവ്, ഇതിനു പുറമെ GSTയുടെ നികുതി ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം, ആ രീതിയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. സർക്കാർ ഈ രീതിയിൽ ആലപ്പുഴയിലെ ഈ ഹൗസ് ബോട്ട് മേഖലയെ തകർച്ചയിലേക്ക് തള്ളിവിടരുതെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്.